ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കിഴിയിലേക്ക് പോവാം. ഒരുപാട് കിഴിയുണ്ട്, ഒരുപാട് എന്റർടൈൻമെന്റ്സും തകർക്കണം. ഭയങ്കരമായിട്ട് ചിരിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിഴിയാവട്ടെ അത്. ചിരിച്ച് ഇനിയൊന്നും ഒന്നും വരില്ലല്ലോ. ഓക്കെ, ആദ്യം തന്നെ അതൊക്കെ പറഞ്ഞു. എന്താണ് മത്സരത്തിന്റെ അജണ്ട? പറയൂ. ഇന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് 2 പോയിന്റ് ഉണ്ട്, പിന്നെ അജണ്ടക്ക് ഓരോ പോയിന്റും. തമിഴ് ആയിക്കോട്ടെ. ഓക്കെ, തമിഴ് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഹെഡ് ഫസ്റ്റ് വൺ. അപ്പോൾ മത്സരം തുടങ്ങുകയാണ്. 2-3 ദിവസമായിട്ട് മത്സരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ 2 ദിവസം, പിന്നെ ഇന്നലെ കണ്ണപ്പിയും. ഓക്കെ, മത്സരിക്കാൻ മൂടില്ല. ഫസ്റ്റ് വൺ, കില്ലർ. എസ്.ജെ. സൂര്യ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ. അതായത് കാലങ്ങൾക്ക് ശേഷം ആള് ഡയറക്ഷനിലേക്ക് ഇറങ്ങാൻ പോവാണ്. സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട്. കാർത്തിയായിരുന്നു മുഖ്യ ആകർഷണം. ഓക്കെ, എന്തായാലും നമ്മുടെ ശ്രീ ഗോകുലം മൂവീസും പിന്നെ ഏഞ്ചൽ സ്റ്റുഡിയോസും ഒരുമിച്ചാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഏഞ്ചൽ സ്റ്റുഡിയോസ് നമ്മുടെ എസ്.ജെ. സൂര്യൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആട്ടോ. പ്രീതി അസ്രാണി ആട്ടോ നായികയായിട്ട്. തൂക്കി 1-0 പൊളി. മദ്രാസ് മാറ്റിനി സിനിമയുടെ OTT റിലീസ്. ഓക്കെ, ടെന്റ് കൊട്ട. ഓക്കെ, ജൂലൈ 4 വരും. സത്യരാജാണ് നായകനായിട്ട് എത്തിയിരുന്ന സിനിമ. ഓക്കെ, അടുത്തത് മൈസ. അക്ഷരം മാറിയിട്ടൊന്നുമില്ല. ഇല്ലല്ല, മൈസ തന്നെയാണ്. അക്ഷരം മാറിയത് നീ ശരിക്കും അറിഞ്ഞ. മനസ്സിലായോ? മൈസ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ രശ്മിക മന്ദാന പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ആളെന്തോ ദൈവികമായിട്ടുള്ള എന്തോ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അനൗൺസ്മെന്റ്, അതായത് വരും എന്നുള്ള ഒരു പോസ്റ്ററിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തോ ഒരു കുന്തൊക്കെ ഒരു സാധനമൊക്കെ പിടിച്ചിട്ടായിരുന്നു. എന്തായാലും കിടിലൻ പോസ്റ്ററാണ്, അടിപൊളി. പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ്. അത് 5 ഭാഷകളിലുണ്ട്. എന്തായാലും രവീന്ദ്ര പിള്ളൈ ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആള് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും. അപ്പോൾ ഇതല്ലേ തെലുങ്കോടല്ലേ? തെലുങ്കല്ലേ? അത് ഞാൻ ചോദിക്കണേ. ഇത് തെലുങ്കാണ്, തമിഴാണ്, മലയാളമല്ല? തെലുങ്ക്. ഓക്കെ. അടുത്തത് ചിരിക്കാണ്ട് കൂലി സിനിമയുടെ 50 ദിവസത്തിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി പോസ്റ്റർ. പിന്നെ സിനിമയുടെ ഹിന്ദി ടൈറ്റിൽ മാറ്റിയിട്ടുണ്ട്. അതെ, കൂലി ദ പവർ ഹൗസ് എന്നാക്കിയിട്ടുണ്ട്. നല്ല പേരില്ലേ? നല്ല പേര്. അത് ആവശ്യപ്പെട്ടിട്ട്, അതായത് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം അങ്ങനെ ആക്കിയതാ. കൊള്ളാം. വെറും കൂലിന്ന് മാത്രമായിട്ട് അത് സുഖം കിട്ടൂല. അത് സുഖം കിട്ടൂലല്ല. അത് പറ്റില്ലായിരുന്നു. അതെ, അതിന് പകരം എന്താണ് മുസ്ജാറോ എന്തായിരുന്നില്ലേ, അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് മാറ്റാൻ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയതാണ്. ഓക്കെ, അടുത്തത് 7 മല 7 കടൽ. 7 മല 7. നമ്മുടെ നിവിൻ പോളി നായകനാവുന്ന സിനിമയാണ്. അഞ്ജലിയാണ് നായികയായിട്ട് വരുന്നത്. സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ടോ. റാമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാം അതിനുള്ളൊരു മറുപടിയാണിത്. അതായത് റാം പറഞ്ഞിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ വെറും 3 മാസത്തിനുള്ളിൽ ഈ സിനിമ റിലീസിനെത്തും. കൺഫേം ആയി ആൾ പറഞ്ഞിരിക്കുകയാണ്. ആള് ഇത് നീട്ടിക്കൊണ്ടാൻ കാരണം ഇതിൻ്റെ ഒരു OTT ഡീലിന്, അതായത് നല്ല രീതിയിലൊരു കച്ചവടം നടക്കണമല്ലോ, അതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അടുത്തത് ഐ ആം ഗെയിം സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ 2026 ഈദ് റിലീസ് പ്ലാനായിട്ടാണ് സിനിമ നോക്കുന്നതെന്നാണ്, പ്ലാൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇതുവരെ DQ ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും ഇതുവരെ ഇപ്പോൾ നമ്മുടെ ആന്റണി പെപ്പനെയൊക്കെ വെച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത് 2026 ആണോ 2027 ആണോ എന്നുള്ളത് പിന്നീട് അറിയാം. അതെ. എന്തായാലും നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. RDX എന്ന സിനിമയ്ക്ക് ശേഷം ആളുടെ അടുത്ത സിനിമ. ദുൽഖർ അഴിഞ്ഞാടും അല്ലേ? അഴിഞ്ഞാടട്ടെ. അടുത്തത് പിച്ചൈക്കാരൻ 2. വിജയ് ആൻ്റണി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, അതായത് മാർഗൻ സിനിമ അല്ലേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായിട്ടുണ്ട് തിയേറ്ററിൽ. അപ്പോൾ നല്ല മോശമില്ലാത്ത അഭിപ്രായമാണ് വരുന്നത് കേട്ടോ. എന്തായാലും നമ്മളവിടെ ഒന്നും അതിൻ്റെ റിലീസില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പോയി കണ്ടിട്ട് റിവ്യൂ ഇടായിരുന്നു. ഓക്കെ, അപ്പോൾ മാർഗൻ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആൾ വന്നപ്പോൾ പറഞ്ഞതാണ് ആളുടെ അടുത്ത സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ അത് പിച്ചൈക്കാരൻ 3 ആണ്. നൈസ്. പിച്ചൈക്കാരൻ 2 മോശമായിരുന്നു. 2027 സമ്മറിൽ റിലീസ് ചെയ്യുന്ന നോക്കാം. പിച്ചൈക്കാരൻ 2 കൊള്ളൂലായിരുന്നു.
അത് പറയണല്ലോ. അടുത്ത് ജയിലർ 2 3-3. മൈസൂർ ഷെഡ്യൂള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറഞ്ഞ ദിവസം ഉള്ളായിരുന്നു. കൊള്ളാം. ഓക്കെ. അടുത്തത് വെൽസ് ഫിലിം ഇന്റർനാഷണൽ 10 സിനിമ, 10 തമിഴ് സിനിമയോ എൻ്റെ പൊന്നോ. എന്താണെങ്കിലും ഒറ്റ കിഴിയായത് ഭാഗ്യം. 10 കിഴി. പിന്നെ നമ്മള് 2 സിനിമയൊക്കെ വരുമ്പോ നമ്മൾ 2 ആയിട്ടല്ലേ എടുക്കാറ്? നിൽക്ക് അല്ലേ, 10 തന്നെ ഉണ്ട്, പക്ഷെ ഒരു കിഴിയിലല്ലേന്നാ ചോദിച്ചത്. അതിന് 10 സിനിമ 10 പോയിന്റ് ആയില്ലേ? അതായത് ഒരു കിഴി എടുക്കും നമ്മൾ. 2 സിനിമയാണെങ്കിൽ 2 തമിഴാണെങ്കിൽ 2 പോയിന്റ് എടുക്കാറില്ല. അത് ഞാൻ വിട്ടു തരില്ല. അതായത് ഒരു കിഴിയില് ഇപ്പൊ ജയിലറും കൂലി ഉണ്ടെങ്കിൽ 2 സിനിമയായിട്ട് 2 പോയിന്റ് ആയിട്ട് എടുക്കാറുണ്ട്. അല്ലല്ല, ഇതിന്റെ മുമ്പൊക്കെ ഉള്ളത് നമ്മൾ 2 പോയിന്റ് കൂട്ടാറുണ്ട്. നമ്മൾ മത്സരിക്കുമ്പോൾ 2 സിനിമകൾ ഒറ്റത്തിൽ എഴുതിയാൽ 2 സിനിമകളാകുമ്പോൾ 2 പോയിന്റ് കൂട്ടാറുണ്ട്. 2 സിനിമയാണെന്ന്. ഓക്കെ, എന്തായാലും 10 സിനിമകളാണ്. ഒന്ന് വിഘ്നേഷ് രാജ സംവിധാനം ചെയ്യുന്ന സിനിമ, പിന്നെ ഒന്ന് പ്രേംകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമ, ഒന്ന് വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമ, പിന്നെ ഗണേഷ് കെ എന്താ വെട്രിമാരനെ മറ്റേ സിനിമയാണ് ഈ. അതെ. പിന്നെ ഗണേഷ് കെ ബാബു സംവിധാനം ചെയ്യുന്ന സിനിമ, പിന്നെ മാരി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ, ചെല്ല അയ്യവ് സംവിധാനം ചെയ്യുന്ന സിനിമ, ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമ, GVM അതായത് ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഉണ്ട്. അത് ഭയങ്കര പ്രസിദ്ധമാവുമല്ലോ. സുന്ദർ സി സംവിധാനം ചെയ്യുന്ന സിനിമ ഉണ്ട്. പിന്നെ അനുരാജ് കാമരാജ് ആളും സംവിധാനം ചെയ്യുന്ന സിനിമ ഉണ്ട്. ഇതൊക്കെ 2027 വരെ ഉള്ളതാ. അതായത് 2025 മുതൽ 2027 വരെ 2 കൊല്ലം കൊണ്ടോ? അത് ഓരോ സംവിധായകരല്ലേ. എന്നാലും ഇത് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ട അടുത്ത് ചെയ്യാൻ. അല്ലല്ലേ, ഇവരൊക്കെ വലിയ ടീമായിരിക്കും, കുറെ ഉണ്ടാവും. ചിലപ്പോ അടുക്കി കൂട്ടി വെച്ചിട്ടുണ്ടാവും. അവിടുന്ന് എടുത്ത് എന്തായാലും ഇത് 10 കിഴിയായിട്ട് അംഗീകരിക്കും കേട്ടോ. അത് ഇനി വിട്ടുവീഴ്ചല്ല അതില്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, അങ്ങനെയല്ല, ഇതുവരെ കൂട്ടിയിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് അങ്ങനെ വന്നിട്ട് 2 തമിഴ് സിനിമ നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെ തമിഴല്ല. അതായത് ഇതിന് മുമ്പ് മത്സരിക്കുമ്പോ കിട്ടുമ്പോ അങ്ങനെ അജണ്ട വന്നിട്ടുണ്ട്. അതായത് ഒരു കിഴിയായിട്ട് കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം 2 സിനിമ? അതായത് 2 വരും, 2 വരാറുണ്ട് നേരിട്ട്. നമ്മൾ അത് അന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അന്ന് നേരിട്ട് വരാറുണ്ടായിരുന്നു. കിഴി കാണുന്നവർക്കറിയാം. അതായത് ഒരു കിഴിയില് 2 വന്നാൽ അത് 2 കിഴിയായിട്ട് കൂട്ടുന്നോ? 2 പോയിന്റ് ആയിട്ട് കണക്ക് കൂട്ടാറുണ്ടായിരുന്നു. 2 കിഴി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നീ എത്ര ജയിച്ചിരിക്കുന്നു 2024? നിനക്ക് ജയിച്ച ആൾക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ തോറ്റ ആൾക്ക് നല്ലോണം ഓർമ്മ ഉണ്ടാവും. അതായത് 1-1 ഇപ്പൊ 1-2 പോയിട്ട് നേരെ അത് കിട്ടിയിട്ട് 3-1 ആവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അല്ല, 3-2 ആയി ജയിച്ചിട്ടുണ്ടായിരുന്നു. 3-2 അതായത് ജയിലറും മറ്റേ കൂലിയും ഇപ്പൊ 1-1 കരുത് മത്സരിച്ച് ഇങ്ങനെ പോകുന്നു. തമിഴാണ് അജണ്ട എങ്കിൽ 2 പോയിന്റ് അങ്ങ് കയറും. അങ്ങനെയായിരുന്നു. ഞാനത് മറക്കൂല. 2024 കുറച്ച് തോറ്റതാണ്. അവര് പറയട്ടെ, എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാട്ടോ. അടുത്തത് അൻവർ റഷീദ് ചാക്കോച്ചൻ മൂവി. സിനിമ ഒരു റൊമാൻറ്റിക് കോമഡി ജോണറിലുള്ള സിനിമയായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. പ്രായത്തിലുള്ള റൊമാൻസ് ആയിരിക്കും. ഉദയ സ്റ്റുഡിയോയും അൻവർ റഷീദ് പ്രൊഡക്ഷനും കൂടി ഒരുമിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അൻവർ റഷീദിന്റെ അടുത്ത സിനിമ ഏതെന്നുള്ളത്. ലാലേട്ടൻ സിനിമ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, മോഹൻലാൽ സിനിമ, ഒരാളാണല്ലോ, മമ്മൂട്ടി സിനിമ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പലരും. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ചാക്കോച്ചൻ മൂവി എന്നുള്ളത് തന്നെയാണ്. ഇത് റൂമർ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞതായിരുന്നു, ഒരുപാട് കീഴിൽ ഇത് പറഞ്ഞതാണ്. എന്തായാലും അറിയിക്കട്ടെ. റൊമാൻറ്റിക് കോമഡി എന്ന് പറയുമ്പോഴാണ് നോക്കാം, മെയിൻ കോമഡി ആയിരിക്കും. അതായത് ഈ ഒരു പ്രായത്തിലുള്ള പലതുണ്ടല്ലോ. പ്രായത്തിന്റെ ഒന്നും കണക്കിലെടുക്കണ്ട കേട്ടോ. അത് അയാളെ മേക്കപ്പ് ഇട്ട് മുടിയും വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് 28 മറ്റേ എന്താണ് നമ്മുടെ സീനിയേഴ്സ് പഠിച്ചിട്ടൊരു എത്ര പ്രായം തോന്നണത്? അത്രേ ഉള്ളൂ. പ്രായമാകാത്ത മനുഷ്യനാണ് അയാളൊന്നും പ്രായം പറയില്ല. പക്ഷെ എങ്കിലും നമുക്ക് അറിയാലോ, അത് വെച്ചിട്ടുള്ളൊരു പ്രശ്നം. ആ രീതിയിലുള്ളൊരു കഥയായിരിക്കാം അവർ ചെയ്യുന്നത്. അടുത്ത കിഴി. ഓക്കെ, പോട്ടെ പോന്നോട്ടെ. ഓസ്റ്റിൻ ഡാൻ
മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. Yes. ആഷിഖ് ഉസ്മാൻ ഈ സിനിമ നിർമ്മിക്കും. പടച്ചവനെ നടക്കണേ. ഓക്കെ, രതീഷ് രവി. രതീഷ് രവിയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, അതായത് ഇഷ്ക് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. അത് ജോണർ അതായത് ഒരു വ്യത്യസ്തമായ കോമഡി കോപ്പ് മൂവിയാണെന്നുള്ളതാണ്. കോപ്പ് മൂവി, പോലീസ് സ്റ്റോറി അങ്ങനെ പറഞ്ഞാൽ മതി. കോപ്പ് മൂവി എന്നൊന്നും പറയണ്ട. അങ്ങനെയല്ല, അതാണ് COP. COP അല്ലെ, അത് എടുത്ത് പറയണം പ്രത്യേകം. അതെ, എന്താണെങ്കിലും 6 വർഷത്തിന് ശേഷമാണെന്ന് പറയുന്നത് ഒരു പുതുമുഖ സംവിധായകനും ഡേറ്റ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നത്. കൊടുത്തിട്ടില്ല. അടുത്തത് കണ്ണപ്പ ഞാൻ തോറ്റപ്പ. ഇത് ഞാൻ അംഗീകരിച്ചു തരും. നീ 10 കിഴിയാണ്, 10 തന്നെ നീ എടുത്തു, ഒരു കുഴപ്പമില്ല. ഈ ഒറ്റ ഒരെണ്ണം എടുത്തതിന് ഞാൻ ഇത്രയെങ്കിലും അനുഭവിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ. ഇതിന്റെ രസം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇത് ഇന്നലെയാണ് റിലീസ് ചെയ്തിട്ടുള്ള കണ്ണപ്പ സിനിമ. ഇന്നലെ വൈകുന്നേരം ആയപ്പോ തന്നെ ഇൻഡസ്ട്രീറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പോസ്റ്റർ വരെ ഇറക്കിയിട്ടുണ്ട്, ഒഫീഷ്യൽ പോസ്റ്റർ. അതെ, പക്ഷെ നമ്മളറിഞ്ഞ ഒരു ഏകദേശം ഒരു കണക്ക് വെച്ച് 9 കോടിയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ വേൾഡ് വൈഡ് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അത്രയും കുറഞ്ഞ് വേൾഡ് വൈഡ് ഒക്കെ ആവുമോ? അതായത് ഗൂഗിളിൽ വരെ നോക്കുമ്പോൾ വരെ അങ്ങനെയാണ്, സെർച്ച് ചെയ്യുമ്പോൾ ഒക്കെ കിട്ടുന്ന 9 കോടി. ട്രാക്കിന്റെ സംഭവങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ ശരിയായ രീതിയിൽ. ന്യൂസ് ചാനലുകളുടെ, മാധ്യമം അങ്ങനെയുള്ള ചാനലുകളുടെ ഇതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്നത് 9 കോടിയാണ്. അത് കേരള അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ഒന്നല്ല, വേൾഡ് വൈഡ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും തെലുങ്കിൽ തന്നെ കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടുതൽ. അതെ അതെ അതെ. അടുത്തത് ആഷിഖി 3. മേരി ആഷിഖി. ആഷിഖി ഫസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. ആഷിഖി ഫസ്റ്റ് നീ കണ്ടിട്ടുണ്ടോ? കണ്ടുണ്ട്. ഏതാ അത്? മറ്റേ ആ സോങ്ങുകളുടെ ഷോ ഏതായിരുന്നു? ഏത് നമ്മുടെ മറ്റേ ഞാൻ പാടിയ പാട്ടൊക്കെ ഉള്ള അത് ആഷിഖി 2 ആണ്. അത് ആഷിഖി 2 ആണ്. ആഷിഖി 2-ല് ഫസ്റ്റ് ഏതറിയോ? കുറേ വർഷം മുമ്പുള്ളൊരു സിനിമയാണ്. ഓ, അത് മറ്റേ ഇതില് വന്നത് നമ്മൾ പുതിയതായിട്ട് കണ്ടത് ആഷിഖി 2 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്കറിയില്ല കേട്ടോ. ഈ സോങ്ങുകളുള്ളത് ആഷിഖിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വെള്ളടിച്ച് ഫുള്ള് ആ സാധനം, അതൊരു ശ്രദ്ധ കപൂർ. കപൂർ. ഓക്കെ, എന്തായാലും ആഷിഖി 3 വരുന്നു. അതിന് അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. കാർത്തിക് ആര്യനും ശ്രീലീലയാണ് നായികമാരായിട്ട് നായകൻ പറയുമ്പോ പക്ഷെ എന്തൊക്കെയായാലും പ്രശ്നം വരുന്നുണ്ട്. നായിക വേണ്ട വിട്. അടുത്തത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈസി. അതായത് വിജയ് സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? കുറച്ച് കഠിനമായ ചോദ്യമാണ്. പറയേ, സിമ്പിളായിട്ട് ഉത്തരം പറയുന്ന. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. പറ, എൻ്റെ അടുത്ത് ഉത്തരം ഉണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഗില്ലിയാണല്ലേ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വിജയിൻ്റെ ഏറ്റവും കൂടുതൽ തവണ കണ്ട സിനിമ അതൊക്കെ ഒന്നാണ്. ഏതായിരിക്കും? ഏതാ പറഞ്ഞോ? എനിക്ക് ഭയങ്കര റിസ്ക് ആണ് ഈ സിനിമ ഉത്തരം പറയാന്ന് പറഞ്ഞാൽ. തുള്ളാത്ത മരവും തുള്ളു. അടിപൊളി സിനിമയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ തുപ്പാക്കിയാണ്. പിന്നെയാണ് ഗില്ലി. എനിക്ക് പടത്തിന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്. ഗുഷി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതിന്റെ പേരുകൾ ഓരോന്ന് എടുത്തു വരുമ്പോഴത്തേക്കും സമയം കുറെ എടുക്കും. തുള്ളാത്ത മരവും തുള്ളു. ഓ മൈ ഗോഡ്, അടിപൊളി പടമാണ് തുപ്പാക്കി. എന്ത് പടമാണ്, അടിപൊളി പടം. പിന്നെ ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഷാജഹാൻ കുറെ ഉണ്ടോ. സച്ചിൻ, ഷാജഹാൻ, പിന്നെന്താ തിരുപ്പാച്ചി, കുറെ സിനിമകളുണ്ട്. അതൊന്നും നമുക്ക് ലിസ്റ്റ് എടുക്കാൻ പറ്റില്ല. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഒട്ടനെ തന്നെ വരാം. ബൈ.